ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആ ഒരു വീഡിയോൻ്റെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് ഈ ഒരു സീസൺ ഭയങ്കര ശോകമാണ്, ഈ ഒരു സീസണിൽ എന്താണ് ഭയങ്കരമായിട്ട് ഹൈപ്പുള്ളൊരു കണ്ടസ്റ്റൻ്റ് പോലും ഇല്ലാത്തൊരു സീസൺ എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മുൻ സീസണുകളിലായിട്ടുള്ള സീസൺ 6 ജിൻഡോ, ജാസ്മിൻ, നമ്മുടെ സീസൺ 5 എടുക്കുകയാണെങ്കിൽ അഖിൽ മാരാറ്, അതുപോലെ സീസൺ 4 ഡോക്ടർ റോബിൻ, റിയാസ് സലീം, അത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഭയങ്കര ഗംഭീര മത്സരാർത്ഥികളൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഈ പറയുന്ന സീസൺ 7 ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ ഭയങ്കര ശോകമൂകമായിട്ടാണ് ഓടുന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരു രാജാവോ റാണിയോ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു പകുതിയോടടുക്കുന്ന സമയത്ത് പോലും ഉണ്ടായി വന്നിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ സീസൺ 7 ഈ പറയുന്ന രാജാവും റാണിയും ഒന്നും ഇല്ലാത്ത ഒരു സത്യം തന്നെയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകാനും കോണ്ടന്റുകൾ ഉണ്ടാക്കാനും അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജീസും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്നതും ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള മത്സരാർത്ഥികളില്ല എന്നൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ആദില, നൂറ നമുക്ക് എടുത്തു പറയേണ്ട രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിലെ. കാരണം ഇപ്പോൾ ഒരു റീസെൻ്റ്ലി നമ്മുടെ ഏഷ്യാനെറ്റ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആദിലയുടെയും നൂറയുടെയും ബിഗ് ബോസിലെ ജേണി. ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു ഗ്രാഫ് ഉയർന്നു വന്നിരിക്കുന്ന ഒരു രീതി. കാരണം അടിപൊളിയായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളാണ്, അടിപൊളിയായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികളാണ്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസും ഈ പറയുന്ന ആദിലക്കും നൂറക്കും ഉണ്ട്. ആദ്യത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പോഴും ആ ഒരു വീഡിയോയിൽ ഓൾറെഡി ഏഷ്യാനെറ്റിൽ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ആദിലയും നൂറയും വന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചാലും ബിഗ് ബോസിൽ എന്തെങ്കിലും കാര്യങ്ങൾ വല്ല ഒച്ചപ്പാടോ ഇടിയോ അടിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ആദ്യം വന്ന് സംസാരിക്കുന്നത് നമ്മുടെ ആദിലയായിരിക്കും. നൂറൊക്കെ എല്ലാത്തിൽ നിന്നും ഒന്ന് ബാക്കോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. കാരണം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നൂറ. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കരമായൊരു മുന്നേറ്റമാണ് നൂറയുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ഇടപെടുന്നു, എല്ലാത്തിലും കൃത്യമായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അനുമോള്, അനീഷ്, ഷാനവാസ് എന്നീ കണ്ടസ്റ്റൻസിനെ പല സമയങ്ങളിലും സംസാരിച്ച് വായ അടപ്പിച്ച് വെക്കാനായിട്ട് അത്രയും ടാലൻ്റ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് നൂറ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആദിലയും നൂറയും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു പില്ലേഴ്സ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നൂറയുടെ ഗെയിം അടിപൊളിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സമയത്ത് നോമിനേഷൻ ലിസ്റ്റിലൊക്കെ നൂറയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നൂറയുടെ ആ ഒരു സപ്പോർട്ട്. കാരണം ഒരുപാടധികം ജനങ്ങൾ നൂറക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, നൂറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലയും ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ അനുമോളും അനീഷും ഷാനവാസൊക്കെയാണ്. അതിനുശേഷമൊക്കെ ഇവർക്ക് സാധ്യതയുള്ളൂ. പക്ഷേ ഈ പറയുന്ന മെയിൻ കണ്ടസ്റ്റൻസിനെ ഷാനവാസ്, അനീഷ്, അനുമോൾ എന്നീ മെയിൻ കണ്ടസ്റ്റൻസിനെ വരെയും പല സമയങ്ങളിലും അടിച്ചിരുത്താനായിട്ടും വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാനായിട്ടും ഈ പറയുന്ന ആദിലക്കും നൂറക്കും സാധിച്ചിട്ടുണ്ട്. മിക്കവാറും ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ വളരെ മികച്ച രീതിയിലൊരു മത്സരം കാഴ്ചവെക്കാനും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം വിജയസാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻസ് ആയിട്ട് മാറാനും ഈ പറയുന്ന ആദിലക്കും നൂറക്കും സാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇവരുടെ ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് ആണ്. ഇപ്പോൾ തന്നെ മറ്റേ നൂദില എന്ന് പറയുന്ന ടാസ്ക് ബിഗ് ബോസ് ഹൗസിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നൂറ് അതൊക്കെ കളിക്കുന്നൊരു രീതിയുണ്ട്, തൻ്റേതാക്കി മാറ്റുകയാണ് ആ ഒരു ടാസ്ക്. അതുപോലെ തന്നെ ആദിലയും തൻ്റേതായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി നൂറാക്ക് ഒരു മുൻതൂക്കമുണ്ട്. കാരണം ഗെയിം സ്വന്തമാക്കി ഉണ്ടാക്കാനും ഒരു സ്ട്രാറ്റജിയുടെ രൂപത്തിൽ പല പല കോണ്ടന്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നൂറക്കൊരു അപാര ടാലൻ്റ് ഉണ്ട്. അതൊക്കെ ഈ അടുത്ത കാലത്താണ് അതൊക്കെ നൂറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടധികം ജനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ബിഗ് ബോസ് ഹൗസിൽ ആരായിരിക്കും ഈ ഒരു കപ്പ് ഉയർത്താനായിട്ട് പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ലൈവ് അപ്ഡേറ്റ്സിനും വോട്ടിംഗ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്